കഴിഞ്ഞ 36 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സമരം തുടരുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അവരുടെ രണ്ടാം ഘട്ടത്തിലേക്ക് സമരം വ്യാപിപ്പിക്കാനായി തയ്യാറെടുക്കുകയാണ്. അവർ മുഖം മാറ്റുകയാണ് സമരത്തിൻ്റെ. ഇന്നത്തെ ദിവസം സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. സംസ്ഥാനത്തെ മുഴുവൻ ആശാ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കുകയാണ് ലക്ഷ്യം. നാഷണൽ ഹെൽത്ത് മിഷന്റെ പരിശീലന പരിപാടി ബഹിഷ്കരിക്കാനും നിലവിൽ തീരുമാനങ്ങളുണ്ട്. ബിനിൽ ലീല സാബുണ്ട് നമുക്കൊപ്പം. ബിനില്, ഗുഡ് മോർണിംഗ്. ഈ ആശാ വർക്കർമാർ രണ്ടാം ഘട്ട സമരത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ അപ്പോഴും സമരം പൊളിക്കൽ ലക്ഷ്യമിട്ടുകൊണ്ട് ആശാ വർക്കർമാർക്ക് വിവിധ ജില്ലകളിൽ പ്രത്യേക പരിശീലന പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഉപരോധം? കൂടുതൽ പേർ ഇവിടേക്ക് എത്തുന്നുണ്ടോ? എന്താണ് ആശാ വർക്കർമാർ പറയുന്നത്? സേതു, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെയാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശമാർ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുകയാണ്. അവർ ഉപരോധ സമരം, സേതു പറഞ്ഞതുപോലെ രണ്ടാം ഘട്ടത്തിലേക്ക് സമരം കടക്കുകയാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഈ സമരപ്പന്തലിലേക്ക് ആശമാർ എത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചില വാഹനങ്ങളൊക്കെ വിവിധ ജില്ലകളിൽ നിന്നും ഇവിടേക്ക് എത്തി ആശമാർ കൂടുതൽ ഇവിടേക്ക് എത്തുകയാണ്. രണ്ടാം ഘട്ടത്തിലേക്കാണ് ഈ സമരം പോയിരിക്കുന്നത്. കഴിഞ്ഞ 36 ദിവസമായി ആശമാർ ഇവിടെ സമരം ചെയ്യുകയാണ്. അവർക്ക് വലിയ പിന്തുണ നാനാഭാഗങ്ങളിൽ നിന്നും, അതായത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ അടക്കമുള്ളവരൊന്നും വലിയ പിന്തുണ ലഭിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും ഒരു അനുകൂല നിലപാടിലേക്ക് സർക്കാർ പോയില്ല. പിന്നീട് ഒരു ചർച്ചയിലേക്ക് പോയില്ല. ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നമുക്കറിയാം. ഓണറേറിയം 7000 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. അത് 21,000 ആക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ്, ന്യായമായ ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. പക്ഷേ സർക്കാർ ആദ്യഘട്ടത്തിൽ ചർച്ചയ്ക്ക് വന്നെങ്കിലും പിന്നീട് ചർച്ചയിലേക്ക് ഒരു കാര്യങ്ങൾ പോയില്ല. അത് പരാജയപ്പെടുകയാണ് ചെയ്തത്. തുടർന്ന് സമരം കൂടുതൽ ശക്തമാക്കുകയും പല വിവാദങ്ങളും ഈ സമരത്തിലേക്ക് വരികയും ചെയ്തു. സുരേഷ് ഗോപി എത്തിയതിനെ CIT നേതാവ് അധിക്ഷേപിക്കുന്നു. ഈർക്കിളി സംഘടനയാണ് സമരം എന്ന ഇളമരം കരീവിന്റെ ഒരു പ്രസ്താവന വരുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ പലവിധ, പിന്നീട് ഇവർ മഴ നനയാതിരിക്കാൻ ടാർപോൾ ഷീറ്റ് വിരിച്ചപ്പോൾ അത് പോലീസിനെ ഉപയോഗിച്ച് മാറ്റുക, അങ്ങനെ സമരം പൊളിക്കാൻ പലവിധ മാർഗങ്ങൾ തേടിയിരുന്നു. പക്ഷേ കൂടുതൽ ശക്തമായതല്ലാതെ പിന്നോട്ടേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ല. എന്തായാലും ഉപരോധ സമരം രാവിലെ 9 മണിക്ക് ആരംഭിക്കും. കൂടുതൽ ആളുകൾ ആശമാർ ഇവിടേക്ക് എത്തുമോ? എങ്ങനെയാണ് നിങ്ങൾ സമരം പ്ലാൻ ചെയ്തിരിക്കുന്നത്? എല്ലാവരോടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സമര പന്തലിൻ്റെ അടുത്ത് എത്താനാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും വരട്ടെ, അതിനുശേഷം ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യും. ചില ജില്ലകളിൽ NHM ഒരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. സമരം പൊളിക്കാൻ വേണ്ടിയാണെന്നാണ് നിങ്ങൾ ആരോപിച്ചിരുന്നത്. അത് ആരോപണമല്ലല്ലോ, യാഥാർത്ഥ്യമല്ലേ. കാരണം ഒറ്റ ദിവസത്തെ ഒരു നോട്ടീസ് കൊടുത്ത് പരിശീലന പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ അത് ആദ്യമായിട്ടാണ്. 1/2 മണിക്കൂറത്തേക്ക് 1 മണിക്കൂറത്തേക്ക് പല സ്ഥലങ്ങളിലും ഇതുവരെ സ്ഥലം പോലും എവിടെയാണ് ഈ സ്ഥലം എന്ന് പരിശീലന പരിപാടി. കാരണം അതൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണ്ടേ. ഇത് പെട്ടെന്ന് പറയുന്ന ഉണ്ടാകുന്നതും പറ്റത്തില്ലല്ലോ. ആരോപണമല്ല, യാഥാർത്ഥ്യമാണ്. പക്ഷേ ആശാ വർക്കർമാർ എത്തിച്ചേരും. ഹാജർ നിലയൊക്കെ പരിശോധിക്കാനായി നോട്ടീസിൽ പറയുന്നുണ്ട്. അതെ, അങ്ങനെയാണ്. മിനിസ്റ്റർ ടേബിളിലെത്തുമെന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. മിനിസ്റ്റർ ഇതുവരെയും ഈ ആശാ വർക്കർമാർ 35 ദിവസമായിട്ട് ഇവിടെ ഇരുന്നിട്ട് മിനിസ്റ്റർ അത്രയും വേവലാതി ഇല്ലല്ലോ, ഒന്ന് അന്വേഷിച്ചില്ലല്ലോ, ചോദിച്ചില്ലല്ലോ. എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താണ്, എങ്ങനെ ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ നോക്കാം, ഗൗരവമായി നോക്കാം. എന്തെങ്കിലും നീക്കം നടത്തിയോ? അങ്ങനെ നീക്കം നടത്തിയില്ലല്ലോ. അതിനിപ്പോൾ സമരത്തിന് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഡിമാൻഡ് ന്യായമാണ്, അതുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത്. അന്യായമായിരുന്നെങ്കിൽ ഈ പൊതുസമൂഹം ഞങ്ങളോടൊപ്പം നിൽക്കത്തില്ലായിരുന്നു. അതാണ് അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പൊതുസമൂഹം ഒന്നടങ്കം ഞങ്ങളോടൊപ്പം വരുന്നത്, ആശാ വർക്കർമാർ എല്ലാ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ഈ സമരപ്പന്തലിലേക്ക് വരുന്നത് ഈ സമരവും ഈ ഡിമാൻഡ് ന്യായമാണെന്നുള്ളതുകൊണ്ടാണ്. അതാണ് അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകളൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പിന്തുണയുമായി എത്തിയിരുന്നു. ഇന്നത്തെ ഉപരോധ സമരത്തിലും അവരുടെ പിന്തുണ ഉണ്ടാകും. അവർ എല്ലാവരും വരും. സേതു, ഇതാണ് ഈ ആശമാർ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, BJPയും കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അതോടൊപ്പം തന്നെ വിവിധ സംഘടനകൾ അടക്കം ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അവരെല്ലാം ഇന്ന് ഈ ഉപരോധ സമരത്തിൽ പിന്തുണയുമായി എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, വലിയ പോലീസിന്റെ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ പോലീസിനെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ വനിതാ പോലീസിനെയാണ് സെക്രട്ടേറിയറ്റിനകത്തും പുറത്തുമായി നിയോഗിച്ചിട്ടുള്ളത്. സാധാരണ സമരത്തിൽ നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണാറുള്ളതാണ് പോലീസിന്റെ ഒരു സുരക്ഷാ സംവിധാനമൊക്കെ. പക്ഷേ ഇന്ന് കൂടുതൽ വനിതാ പോലീസിനെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. അത് ഗേറ്റുകൾ ഉപരോധിക്കും. ആ ഗേറ്റുകൾക്ക് മുന്നിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും 9 മണിക്കാണ് ഈ ആശമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം ആരംഭിക്കുക. അത് വൈകിട്ട് വരെ ഉണ്ടാകും. എന്തായാലും പലവിധ രാഷ്ട്രീയ സംഘടനകൾ, അതോടൊപ്പം തന്നെ സംഘടനകളൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ ഇവിടേക്ക് വരും. വലിയ ഒരു സമരത്തിലേക്ക് പോകും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. സേതു. ശരി ബിനിൽ, കഴിഞ്ഞ 35 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരമൊരുക്കുകയാണ് ആശാ വർക്കർമാർ. ഓക്കെ ബിനിൽ, സമരമൊരുക്കുകയാണ് ആശാ വർക്കർമാർ. ഇന്ന് 36ാം ദിവസമാണ്. ഈ ദിവസമാണ് അവരൊരു രണ്ടാം ഘട്ട സമരത്തിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയായി ഈ സമരം പ്രഖ്യാപിച്ചത്. തൊട്ട് പിന്നാലെയാണ് പാലിയേറ്റീവ്
പരിശീലന പരിപാടി സർക്കാർ സംഘടിപ്പിച്ചതും വിവിധ ജില്ലകളിലായി. അത് സമരം പൊളിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുള്ള പരിപാടി എന്നാണ് ആശാവർക്കർമാരുടെ ആരോപണം. പക്ഷേ ഇപ്പോഴും ഇവരുടെ ഈ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അതിൽ സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവരെ പലവിധ പ്രശ്നങ്ങൾ പറഞ്ഞ് അവരുടെ മനോവീര്യമൊക്കെ കെടുത്തുന്ന ആരോപണങ്ങളൊക്കെ നടത്തുന്നു. അരാജക സംഘങ്ങളെന്നും മറ്റുമൊക്കെ പറഞ്ഞ്, ഈർക്കിലി സംഘടന എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ സമരവീരത്തെ കെടുത്താൻ പലവിധமான ശ്രമങ്ങൾ നടത്തിയിട്ടും അവർ പോരാടി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു കാണേണ്ട മറ്റൊരു കാര്യം.